അഭിപ്രായപ്പെട്ട ഒരു കാര്യമാണ് ഈ പവർ ടീം വേണ്ട എന്നുള്ളൊരു കാര്യം. ഈ പവർ ടീം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ സേഫ് ഗെയിമേഴ്സ് രക്ഷപ്പെട്ടു പോകുന്നത്. ഈ പവർ ടീം ഇല്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് നല്ലതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. ജനങ്ങളുടെ അഭിപ്രായ പ്രകാരം ലാലേട്ടൻ ഈ ക്വസ്റ്റ്യൻ മത്സരാർത്ഥികളോട് ചോദിക്കുന്നുണ്ട്. ഈ പവർ ടീം എന്നുള്ളൊരു കൺസെപ്റ്റ് വേണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് അതിന്റെ പേരിൽ അഡ്വാൻറ്റേജസ് എടുക്കുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. പവർ ടീമിലുള്ളവർ നോമിനേഷൻ ഫ്രീ എന്നുള്ളൊരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ലെന്നാണ് സിജോ പറയുന്ന അഭിപ്രായം. ശരിക്കും പവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് വേണ്ട എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് റസ്മിൻ പറയുന്നു. അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും പവർ ടീം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലും അതിലുള്ളവരെ നോമിനേഷൻ ഫ്രീ ആക്കുന്ന ഒരു ഓപ്ഷൻ എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. കാരണം പവർ ടീമിലേക്ക് കയറി കഴിയുമ്പോൾ 1 വീക്കോ 2 വീക്കോ ആ സെയിം പവർ ടീം തന്നെ തുടർന്ന് അധികാരത്തിൽ വരുമ്പോൾ അതിലുള്ള ആരും തന്നെ നോമിനേഷനിൽ വരുന്നില്ല. അങ്ങനെ കുറെ സേഫ് ഗെയിമേഴ്സ് സേഫ് ആയി പോകുന്നുണ്ട്. ഈ പവർ ടീം എന്നുള്ളൊരു കൺസെപ്റ്റ് എടുത്തു കളയുകയാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കളിക്കാൻ പറ്റും. ഏതായാലും പ്രേക്ഷകരുടെ അഭിപ്രായം വെച്ചിട്ടായിരിക്കും ലാലേട്ടൻ ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ലാലേട്ടന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ പറ്റും ഇനി പവർ ടീം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇനി നിലവിൽ തുടരുമോ, അല്ലെങ്കിൽ പവർ ടീം തുടരുകയാണെങ്കിലും അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.